ഗൂഗിൾ മാപ്പ് ചതിച്ചാശാനെ ചതിച്ചു എന്ന് കേട്ടിട്ടില്ലേ? കൊടുങ്കാട്ടിലകപ്പെട്ട സഞ്ചാരികൾ വാഹനം ഉപേക്ഷിച്ച് നടന്നത് എത്ര സമയമാണെന്നറിയാമോ? ഒരാഴ്ച. വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ടെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. സംഭവം സത്യമാണ്. ഓസ്ട്രേലിയയിലാണ് ഇത്. അശ്വജിത്ത് ചേർന്നു. ഗുഡ് മോർണിംഗ് അശ്വജിത്ത്. അശ്വജിത്ത്, ഈ ഗൂഗിൾ മാപ്പ് ചതിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല, എങ്കിലും ഈ ഒരാഴ്ചയൊക്കെ കാടിനുള്ളിലായി പോകുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ഞാനിപ്പോൾ അശ്വജിത്തിനോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇന്ന് രാവിലെ എന്നെ കൂട്ടാനായിട്ട് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വന്ന വാഹനത്തിൻ്റെ സാരഥിക്കും ഈ പറഞ്ഞതുപോലെ ഗൂഗിൾ മാപ്പ് ചതിച്ചു. അങ്ങനെ കൃത്യം 4:30 ഓഫീസിലെത്തുന്ന ഞാൻ ഇന്ന് വന്നത് 5:30. അപ്പോൾ 1 മണിക്കൂർ ചതിക്കാൻ ഗൂഗിൾ മാപ്പിന് പറ്റി. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഒരാഴ്ചയൊക്കെ എങ്ങനെ അവർ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അശ്വതേ? മോത്തി പറഞ്ഞതുപോലെ ഇത് ഇന്ന് നടന്ന സംഭവം ഒരുപക്ഷെ മോത്തിക്കുണ്ടായ അനുഭവം തിരുവനന്തപുരം നഗരത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയറിയാതെ കുറുക്കു വഴികളിലോട് ചുറ്റിയതാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, അതുപോലത്തെ ചതിയല്ല. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി ഓസ്ട്രേലിയയിൽ ഉണ്ടായത്. 1ഉം 2ഉം അല്ല, ഏതാണ്ട് ഒരാഴ്ച നടന്നെത്താവുന്ന ദൂരത്തേക്ക് അവരെ ഈ മാപ്പ് തെറ്റായ രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ആശ്ചര്യവും. ഇത് എന്തിനങ്ങോട്ട് പോയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഇവർ ജർമ്മൻ സഞ്ചാരികളാണ്. അവർ ഒരു നാഷണൽ പാർക്കിൽ, ഓസ്ട്രേലിയയിലുള്ള ഒരു നാഷണൽ പാർക്കിലേക്കാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഈ പാർക്കിലേക്കുള്ള ചില വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും അത് ഏതാണ്ട് ഉൾക്കാട്ടിലേക്ക് പോയി എത്തുകയാണ് ഉണ്ടായത്. ആ വാഹനം വഴിയിൽ വെച്ച് കുടുങ്ങുകയും ചെയ്തു. വാഹനം ഒരു തരത്തിലും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരടുത്ത ഒരു സാധ്യത നോക്കിയത് മറ്റു വഴിയൊന്നുമില്ല, കാടാണ്, സ്വാഭാവികമായിട്ടും അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി തിരിച്ച് നടക്കല്ലാതെ മറ്റു വഴിയില്ലെന്ന് പറഞ്ഞ് നടന്നു. ആ നടന്നത് 1ഉം 2ഉം ദിവസമല്ല, ഏതാണ്ട് ഒരാഴ്ച നടന്നതിന് ശേഷമാണ് അവർ ജനവാസ മേഖലയിൽ എത്തിയത്. ഒടുവിൽ ഈ ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു ആശ്ചര്യവും. തീർച്ചയായിട്ടും ആശ്ചര്യം. ഇനി എവിടൊക്കെ വഴിതെറ്റി പോയാലും ഒടുവിൽ സുരക്ഷിതമായി അവർ തിരിച്ചെത്തി എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് ഗൂഗിൾ മാപ്പൊക്കെ ഇടുമ്പോൾ ഇനി അശ്വജിത്തെ സൂക്ഷിക്കണം. നല്ലൊരു ദിവസമായിരിക്കട്ടെ അശ്വജിത്തിന്.